നമ്മൾ ഈ കണ്ട വീഡിയോസിന്റെയും ഫോട്ടോസിന്റെയൊക്കെ സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു S22 Ultrയുടെ ക്യാമറ പെർഫോമൻസിനെ വിലയിരുത്തുകയാണെങ്കിൽ എനിക്ക് വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നത് സാംസങ് ഗാലക്സി S22 Ultrയുടെ ക്യാമറ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഇവിടെ ഐ കാർഡിലും കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്യാമറ റിവ്യൂവിൽ ഉൾപ്പെടുന്ന സെഗ്മെന്റ് ബൈസുള്ള രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അതായത് ഡേ ലൈറ്റ് പെർഫോമൻസ്, നൈറ്റ് പെർഫോമൻസ്, പോർട്രേറ്റ്, മാക്രോ എന്നിവ സെപ്പറേറ്റ് രീതിയിലായിരിക്കും നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്യാമറ റിവ്യൂയെ കുറിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നിലവിലുള്ള സാംസങ് സ്മാർട്ട് ഫോണുകളിൽ വെച്ച് ഏറ്റവും വലിയ ക്യാമറ സെൻസറാണ് ഈ ഒരു S22 Ultrയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സാംസങ്ങിൻ്റെ HM3 സെൻസറാണ് ഇതിൽ വരുന്നത്. അതുകൂടാതെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അഡാപ്റ്റീവ് പിക്സൽ ടെക്നോളജി കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് 108 മെഗാ പിക്സലും 12 മെഗാ പിക്സലും കൂടി മെർജ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും നമുക്ക് ഫോട്ടോസിൽ കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ വളരെ ഷാർപ്പായിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ടും കഴിഞ്ഞ വർഷങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള ഫോണുകളിലേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു S22 Ultrയിൽ കാണാൻ സാധിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പ്രൈമറി ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോ ഔട്ട്പുട്ടിനെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ പ്രൈമറി ലെൻസ് 108 മെഗാ പിക്സൽ ആണെങ്കിലും നമ്മൾ ഈ ഒരു ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന മെഗാ പിക്സൽ എന്ന് പറയുന്നത് 12 മെഗാ പിക്സലാണ്. അപ്പോൾ ഈ ഒരു 12 മെഗാ പിക്സലിൽ എടുത്തിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡാപ്റ്റീവ് പിക്സൽ ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് നമുക്ക് S22 Ultrയിൽ കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി S21 Ultrയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എനിക്കിതിൽ എടുത്ത് പറയണമെന്നുള്ളതെന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ ഒരു കളർ നമുക്കറിയാം, ഒരു ഇത്തിരി സാച്ചുറേറ്റ് ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് നമുക്ക് മിക്ക സാംസങ് ഫോണുകളിലും നമുക്ക് കാണാൻ സാധിക്കുക. എങ്കിൽ ഈ ഒരു S22 Ultrയിൽ അത്ര ഒരു സാച്ചുറേറ്റ് ആയിട്ടുള്ള ഫോട്ടോ ഔട്ടല്ല നമുക്ക് കാണുന്നത്. പകരം കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി നാച്ചുറൽ കളേഴ്സിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള കളർ ഔട്ട്പുട്ടാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. എനിവേ 108 മെഗാ പിക്സലിൽ എടുത്തിട്ടുള്ള ഫോട്ടോയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു 12 മെഗാ പിക്സലിനേക്കാളും കുറച്ചും കൂടി വളരെ നല്ല രീതിയിലുള്ള വ്യത്യാസവും കാര്യം നമുക്ക് ഈ ഒരു 108 മെഗാ പിക്സലിൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും വളരെ ഷാർപ്പായിട്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി സൂം ചെയ്താൽ പോലും കുറേ നല്ല രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഈ ഒരു 108 മെഗാ പിക്സൽ എടുത്തിട്ടുള്ള ഫോട്ടോസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു പ്രൈമറി ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോയെക്കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ ഏറ്റവും മികച്ച ക്യാമറ ഔട്ട്പുട്ട് ലഭിക്കുന്ന ഒരു സ്മാർട്ട് ഫോണുകളിൽ ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു S22 Ultra എന്ന് പറയുന്ന 2022 ഏറ്റവും മികച്ച ക്യാമറ സ്മാർട്ട് ഫോണുകളിൽ ഒന്നാവുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ലാത്ത രീതിയിലുള്ള ക്വാളിറ്റി ഔട്ട്പുട്ടുള്ള ഫോട്ടോസാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അൾട്രാവൈഡ് ലെൻസിൻ്റെ കാര്യം എടുത്താൽ 12 മെഗാ പിക്സലാണ് ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. 120 ഡിഗ്രിയാണ് ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഫോട്ടോസ് തന്നെ നമുക്കിതിൽ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിലെടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് വിശകലനം ചെയ്യുകയാണെങ്കിൽ മിക്ക സെനേറിയോസിലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഷാർപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് തന്നെ നമുക്കിതിൽ കാണുന്നുണ്ട്. ചില സെനേറിയോയിൽ മാത്രമാണ് ഇതൊരു ഇത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ ലഭിക്കുന്നത്. എങ്കിലും ഓവറോൾ ഈ ഒരു അൾട്രാവൈഡിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോ ഔട്ട്പുട്ട് തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ ലെൻസ് എന്ന് പറയുന്നത് ടെലിഫോട്ടോ ലെൻസാണ്. 3x ഒപ്റ്റിക്കൽ സൂമോട് കൂടിയിട്ടുള്ള 10 മെഗാ പിക്സലിൻ്റെ തേർഡ് ലെൻസാണ് S22 Ultrയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ടെലിഫോട്ടോ ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ സൂം അല്ല, മറിച്ച് ഒപ്റ്റിക്കൽ സൂം ആയതുകൊണ്ട് തന്നെ വളരെ ഷാർപ്പായിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. മിക്ക സെനേറിയോസിലും നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിക്ക സെനേറിയോസിലും നമുക്ക് നാച്ചുറൽ കളേഴ്സോട് കൂടിയിട്ടുള്ള ഫോട്ടോയാണ് കാണുന്നത്. ചില സെനേറിയോസിൽ നമുക്കൊരു ഇത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഓവറോൾ നമുക്ക് ഈ ഒരു 3x ഒപ്റ്റിക്കൽ സൂം ലെൻസിൻ്റെ കാര്യം എടുത്താൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് എനിക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച 3x ഒപ്റ്റിക്കൽ സൂം ലെൻസോട് കൂടിയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണുകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു S22 Ultra എന്നാണ് എനിക്ക് ഈ ഒരു ഫോട്ടോ വിശകലനം ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അവസാനത്തെ ലെൻസ് എന്ന് പറയുന്നത് മറ്റൊരു ടെലിഫോട്ടോ ലെൻസാണ് വരുന്നത്. 10 മെഗാ പിക്സലിൻ്റെ 10x ഒപ്റ്റിക്കൽ സൂമോട് കൂടിയിട്ടുള്ള ടെലിഫോട്ടോ ലെൻസാണ് വരുന്നത്. ഇനി അതിലെടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ദൂരമുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് വളരെ അടുത്തായിട്ട് കാണാൻ സാധിക്കും എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ട് തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്റ്റിക്കൽ സൂം ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ക്വാളിറ്റി ഒന്നും നമുക്ക് നഷ്ടപ്പെടാതെ നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് ഫോട്ടോ ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട്.
അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപ് ടു 100x വരെ നമുക്കിതിൽ സൂം ചെയ്യാൻ സാധിക്കുമെങ്കിലും ഡിജിറ്റൽ സൂമാണ് അത് വരുന്നത്. നമുക്കൊരു അപ് ടു 30x വരെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽസ് നൽകുന്ന രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുകയും 100x സൂം ചെയ്താൽ കാണുന്നതെന്ന് പറയാൻ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് എന്താണെന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ രീതിയിലുള്ള തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു 4 ക്യാമറ ലെൻസിൻ്റെ കാര്യം എടുത്താൽ ഏറ്റവും മികച്ച രീതിയിലുള്ളൊരു ഫോട്ടോ ഔട്ട്പുട്ടാണ് എനിക്ക് ഈ ഒരു 4 ക്യാമറ ലെൻസിൽ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ളൊരു ക്യാമറ പെർഫോമൻസ് നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു S22 Ultra'യെ വിലയിരുത്താൻ പറ്റും. S22 Ultra'യുടെ സൂമിംഗ് റേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് അറിയിക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സ്ക്രീൻ റെക്കോർഡർ കൊടുക്കാം. 0.6x മുതൽ 100x വരെയുള്ള സൂം ചെയ്യുന്ന വീഡിയോ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് മറ്റു റിവ്യൂസും കാര്യങ്ങളിലേക്കും കടക്കാം. സ്മാർട്ട് ഫോൺ യൂസേഴ്സിൽ ഒരു 90% ആളുകളും യൂസ് ചെയ്യാത്ത ഒരു ക്യാമറ മോഡാണ് പ്രോ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോ മോഡ് സ്വാഭാവികമായിട്ടും എല്ലാ ഫോണിലുള്ള പോലെ തന്നെ ഈ ഒരു S22 Ultra'യിലുണ്ട്. അപ്പോൾ പ്രോ മോഡിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് കുറച്ചും കൂടി പ്രൊഫഷണലി ആയിട്ട് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയെ സമീപിക്കുന്ന ആളാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് എക്സ്പേർട്ട് റോ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഗാലക്സി സ്റ്റോറിൽ നിന്ന് നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു എക്സ്പേർട്ട് റോ ഉപയോഗിച്ചിട്ട് നമുക്ക് റോ ഫോർമാറ്റിലും JPEG ഫോർമാറ്റിലും നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഈ ഒരു റോ ഫോർമാറ്റിൽ എടുത്തിരിക്കുന്ന ഫോട്ടോയുടെ ഗുണം എന്ന് പറഞ്ഞാൽ അത് കംപ്രസ് ചെയ്യുക അല്ലെങ്കിൽ അതൊരു പ്രോസസ്സിംഗ് വഴിയോ അല്ലായിരിക്കും നമുക്ക് ഫോട്ടോ ഔട്ട്പുട്ട് ലഭിക്കുക. നമ്മൾ എന്താണോ സെറ്റ് ചെയ്ത് നമ്മൾ ഫോട്ടോ എടുത്തത് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് അത് ലഭിക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു ഫോട്ടോസിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലൈറ്റ് റൂമിലോ അഡോബ് ഫോട്ടോഷോപ്പിലൊക്കെ നമുക്ക് ഇതിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കും. അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഷാർപ്പായിട്ടുള്ള, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു എക്സ്പേർട്ട് റോയിലൂടെ എടുത്തിട്ടുള്ള ഫോട്ടോസിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രൊഫഷണലി ടൈപ്പിലുള്ള ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യും. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഫോട്ടോസ് എടുക്കുകയും എഡിറ്റൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോസിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിശോധിക്കാവുന്നതാണ്. ഇത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന പോർട്രേറ്റ് ഫോട്ടോസിനെ കുറിച്ചാണ്. പ്രൈമറി ലെൻസിലും 3x ടെലിഫോട്ടോ ലെൻസിലാണ് നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു പോർട്രേറ്റ് ഫോട്ടോസിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒബ്ജക്റ്റും തമ്മിലുള്ള ആ ഒരു സെപ്പറേഷനാണ്. അല്ലെങ്കിൽ ഈ ഒരു എഡ്ജ് ടു എഡ്ജ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് പക്ക പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈവൻ എൻ്റെ ആ ഒരു ഹെയർ സ്റ്റൈലിൽ പോലും നമുക്ക് ഒരു സെപ്പറേഷൻ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മിക്ക ഫോണിലും നമുക്ക് കാണുക എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ഭാഗത്തൊക്കെ ഒരു ഇത്തിരി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു S22 Ultra'യിലെ ഫോട്ടോസിൽ മിക്ക സെനേരിയോയിലും നമുക്കൊരു DSLR പെർഫെക്ഷൻ എന്നുള്ള രീതിയിൽ ആ ക്വാളിറ്റി എന്നല്ല ഞാൻ പറയുന്ന ആ ഒരു പെർഫെക്ഷനോട് കൂടിയിട്ടുള്ള ഒരു പൊക്കെ എഫക്റ്റ് നമുക്ക് ഈ ഒരു S22 Ultra'യിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ കളർ ഔട്ട്പുട്ടാണ് നമുക്ക് മിക്ക സെനേരിയോയിലും കാണുന്നത്. എനിക്കൊരു പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് 3x ടെലിഫോട്ടോ ലെൻസിൽ എടുത്തിരിക്കുന്ന ആ ഒരു പോർട്രേറ്റ് ആണ്. വളരെ ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ഫോട്ടോസിൽ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഞാൻ ഒരു പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച ഒരു പോർട്രേറ്റ് ഫോട്ടോ നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി S22 Ultra. HDR മോഡിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഞാൻ കുറച്ച് സാമ്പിൾസ് ഇതിൻ്റെ കൂടെ കൊടുക്കാം. എനിക്കിതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് നമ്മൾ എത്ര വെയിലുള്ള സമയത്ത് നമ്മൾ ഫോട്ടോ എടുത്താലും സ്കൈയും അതിന് താഴെയുള്ള സബ്ജക്റ്റ് നമുക്ക് വളരെ ക്ലാരിറ്റി ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു താഴെയുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് വളരെ ഷാർപ്പായിട്ട് തന്നെ നമുക്ക് ഫോട്ടോയിൽ കാണാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് HDRൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് നമ്മുടെ സാംസങ് ഗാലക്സി S22 Ultra കാഴ്ചവെക്കുന്നത്. മാക്രോ മോഡിൻ്റെ കാര്യം എടുത്താൽ നമുക്ക് അൾട്രാ വൈഡിൽ മാക്രോ മോഡ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സീൻ ഒപ്റ്റിമൈസർ ഓൺ ആണെങ്കിൽ നമുക്ക് പ്രൈമറി ലെൻസിലും മാക്രോ മോഡ് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മാക്രോ മോഡിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റിന് വളരെ അടുത്ത് തന്നെ ചെന്നുകൊണ്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഷാർപ്പായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു മാക്രോ മോഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ മാക്രോ മോഡിനെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഔട്ട്പുട്ട് ആയിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു മാക്രോ മോഡിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ വിലയിരുത്താൻ പറ്റുക. നൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ നമുക്കറിയാം സാംസങ് ഗാലക്സി S22 Ultra'യുടെ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ നൈറ്റോഗ്രാഫി എന്ന് പറയുന്ന തരത്തിലാണ്. അതായത് രാത്രിയിൽ വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നാണ് കമ്പനി പറയുന്നത്. എനിക്കിതിൽ 2 തരത്തിലാണ് നമുക്ക് ഈ ഒരു ഫോട്ടോസിനെ വിലയിരുത്താൻ സാധിക്കുക. അതായത് ആർട്ടിഫിഷ്യൽ ലൈറ്റുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഇത്തിരി ലൈറ്റുള്ള സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഫോട്ടോസ് എടുക്കുന്നതെങ്കിൽ
നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോ, അതായത് നോയ്സ് താരതമ്യേന കുറഞ്ഞ രീതിയിലുള്ള അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഫോട്ടോ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു നൈറ്റോഗ്രാഫി എന്ന് നമുക്ക് ഈ ഒരു ഫോട്ടോസിനെ വിശേഷിപ്പിക്കാം. അതേ സ്ഥാനത്ത് കംപ്ലീറ്റ്ലി ഡാർക്കുള്ള ഏരിയയിലാണെങ്കിൽ നമുക്ക് മറ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള ആ ഒരു തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇത്തിരി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാഹചര്യത്തിൽ നല്ല മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു S22 Ultra എന്നത്. ഇനി നമുക്ക് റിയർ ക്യാമറാസിൽ എടുത്തിട്ടുള്ള വീഡിയോ ഫുട്ടേജ് ഒന്ന് കണ്ടിട്ട് വരാം. അതിൽ തന്നെ മെയിൻ ലെൻസിലും 3x ടെലിഫോട്ടോ ലെൻസിലും 10x ടെലിഫോട്ടോ ലെൻസിനാണ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അൾട്രാ വൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ സാമ്പിളിന് ശേഷം നമുക്ക് സെൽഫി ക്യാമറയുടെ വീഡിയോസും ഫോട്ടോസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. S22 Ultra'യിലെ 4K 60 ഫ്രെയിം പെർ സെക്കൻഡിലുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ സ്റ്റെബിലിറ്റി നോക്കുക, കയ്യിലാണുള്ളത്, ഗിംബലോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ എനിക്കിതിൽ ഫീൽ ചെയ്യുന്നത് ഒരു ഇത്തിരി സാച്ചുറേറ്റ് ആയിട്ടുള്ള കളറാണ്. അത് സാംസങ്ങിൻ്റെ പൊതുവെ കാണുന്ന അത്തരത്തിലുള്ളൊരു കളറാണ്, പക്ഷേ ഭയങ്കര ഭംഗിയുള്ളൊരു കളറാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയും വളരെ നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഓഡിയോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും വളരെ നല്ല രീതിയിൽ തന്നെയാണ് എനിക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഇത് അൾട്രാ വൈഡിൽ എടുക്കുന്ന വിഷ്വലാണ്. 4K 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. 120 ഡിഗ്രിയാണ് ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. 0.6x ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഈ ഒരു അൾട്രാ വൈഡ് ലെൻസിൽ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക. പക്ഷേ എനിക്ക് ഈ ഒരു വിഷ്വലിൽ കാണാൻ സാധിക്കുന്നത് നല്ല രീതിയിലുള്ളൊരു കളർഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഷെയ്ക്കിങ്ങോ കാര്യങ്ങളൊന്നും എനിക്ക് കാണുന്നില്ല. ഈ ഒരു ഓഡിയോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും അത്യാവശ്യം നല്ല മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എന്ന് തന്നെയാണ് എനിക്കിതിൽ കാണാൻ സാധിക്കുന്നത്. S22 Ultra'യുടെ 3x ടെലിഫോട്ടോ ലെൻസാണിത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എത്രത്തോളം നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. കളേഴ്സ് ഒരു ഇത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു കളേഴ്സാണ് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഔട്ട്പുട്ടായിട്ട് തന്നെയാണ് എനിക്കിതിൽ ഫീൽ ചെയ്യുന്നത്. .8K 24 ഫ്രെയിം സെക്കൻഡിൽ എടുക്കുന്ന വീഡിയോ ആണിത്. നല്ല കളർഫുൾ ആയിട്ടുള്ള വിഷ്വലാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്. എനിവേ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ കളേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നാച്ചുറൽ കളേഴ്സ് അല്ലെങ്കിൽ കൂടി നമുക്കൊരു കളർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ തന്നെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. റിയർ ക്യാമറയിലെ പോർട്രേറ്റ് വീഡിയോ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർട്രേറ്റ് വീഡിയോയിൽ നമുക്കൊരു പെർഫെക്റ്റ് ബൊക്കെ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് പോർട്രേറ്റ് വീഡിയോ എന്നുള്ള രീതിയിലൊന്നും പറയത്തക്ക രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇതിൽ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ചില സമയത്ത് നമുക്ക് ഈ ഒരു വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു എഡ്ജ് ഡിറ്റക്ഷന് കുറച്ചൊരു ഇഷ്യൂസ് ആയിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇതൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെയും കാര്യങ്ങളൊക്കെ അവർ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുമായിരിക്കും. എങ്കിലും ഇതൊരു ഓക്കെ എന്നുള്ള ലെവലിലല്ലാതെ ഇതൊരു വാവ് ഫാക്ടറായിട്ടോ അല്ലെങ്കിൽ സൂപ്പർബായിട്ടുള്ള ഒരു പോർട്രേറ്റ് വീഡിയോ ആയിട്ട് എനിക്ക് ഈ ഒരു S22 Ultra'യിലെ പോർട്രേറ്റ് വീഡിയോ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഓട്ടോ FPS എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രാത്രിയിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം നമ്മൾ പൊതുവെ ഷൂട്ട് ചെയ്യുന്ന ഫ്രെയിം പെർ സെക്കൻഡ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 24 ഫ്രെയിം സെക്കൻഡ് ആയിരിക്കും, 30 ആയിരിക്കും, അല്ലെങ്കിൽ 60 ആയിരിക്കും. ഈ ഒരു ഓട്ടോ FPS-ൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ നൈറ്റിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ആ ഒരു സമയത്ത് വേണ്ട വെളിച്ചത്തിനനുസരിച്ചുള്ള രീതിയിലുള്ള ഫ്രെയിം ഇത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെക്കും. ആ ഒരു മോഡിനെയാണ് നമ്മൾ ഓട്ടോ FPS എന്ന് പറയുക. അതുകൊണ്ട് തന്നെ നൈറ്റിലെടുക്കുന്ന വീഡിയോസിന് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള വീഡിയോ ഔട്ട്പുട്ട് നൽകാനാവുമെന്നതാണ് ഈ ഒരു ഓട്ടോ FPS-ൻ്റെ ഒരു ഗുണം. സെൽഫി ക്യാമറയുടെ കാര്യം എടുത്താൽ 40 മെഗാ പിക്സലിൻ്റെ പഞ്ച് ഹോൾ ക്യാമറയാണ് S22 Ultra'യിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെൽഫി ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് വിശകലനം ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനുള്ളത്, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള സെൽഫി ക്യാമറ അല്ലെങ്കിൽ സെൽഫി ഫോട്ടോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി S22 Ultra. നമുക്ക് ഈ ഒരു സാമ്പിൾസിലൊക്കെ കാണാൻ സാധിക്കും മിക്ക സെനേരിയോസിലും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. അത് മികച്ച ക്വാളിറ്റിയിലും അതുപോലെ തന്നെ ഷാർപ്നെസ്സിലും ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലും കാര്യങ്ങളിലൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോസാണ് കാണുന്നത്. ഇതിൽ തന്നെ എനിക്കൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ മറ്റ് സാംസങ് ഫോണുകളെ പോലെയല്ല, ഇത്തിരി കൂടി നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് നമുക്ക് മിക്ക സെനേരിയോസിൽ ഇതിൽ കാണാൻ സാധിക്കുന്നത്. അത് തന്നെ ഡേലൈറ്റ് പെർഫോമൻസ് ആണെങ്കിലും അതുപോലെ തന്നെ നൈറ്റ് പെർഫോമൻസും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്ക ഫോട്ടോസും ഒരു ഇത്തിരി ആർട്ടിഫിഷ്യൽ ലൈറ്റും കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള നൈറ്റ് ഫോട്ടോസും നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോർട്രേറ്റ് ഫോട്ടോസാണ്.
ഒരു രക്ഷയുമില്ല എന്ന് തന്നെ പറയാം. നമുക്ക് വേണമെങ്കിൽ ഒരു പഞ്ചിന് നമുക്കൊരു DSLR എഫക്റ്റ് അല്ലെങ്കിൽ ഒരു DSLRൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്ന തരത്തിലുള്ളൊരു പോർട്രേറ്റ് ഫോട്ടോസാണ് നമുക്കിതിൽ കിട്ടുന്നത്. കാരണം ആ ഒരു എഡ്ജ് ടു എഡ്ജ് ഒബ്ജക്റ്റിൻ്റെ ആ ഒരു കറക്റ്റ്നെസ്സും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടും ആ സബ്ജക്റ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഒക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഈവൻ നമ്മുടെ ഹെയറിൻ്റെ ഭാഗം പോലും വളരെ നല്ല രീതിയിൽ തന്നെ ഡിറ്റക്ട് ചെയ്തിട്ട് ആ ഒരു ബൊക്കെ എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഓവറോൾ സെൽഫി ക്യാമറയിലെ കാര്യം എടുത്താൽ 101% നമുക്കൊരു സാറ്റിസ്ഫൈഡ് നൽകുന്ന രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു S22 Ultra'യിൽ കാണാൻ സാധിക്കുന്നത്. ഗാലക്സി S22യുടെ സെൽഫി വീഡിയോ ആണിത്. 4K 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു ഉച്ച സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ HDR പെർഫോമൻസ് ഒക്കെ നമുക്കിതിൽ കാണാവുന്നതാണ്. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിൽ നമ്മുടെ ഫേസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യമോ അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി ഒക്കെ ഒരു പക്ക പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്താൽ വൺ ഓഫ് ദ ബെസ്റ്റ് സെൽഫി ക്യാമറ വീഡിയോ ഫൂട്ടേജ് തന്നെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി S22 Ultra'യിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്. സാംസങ് ഗാലക്സി S22 Ultra'യുടെ പോർട്രേറ്റ് സെൽഫി വീഡിയോ എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ടും ഒബ്ജക്റ്റും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള തരത്തിലുള്ളൊരു ബൊക്കെ എഫക്റ്റ് തന്നെയാണ് വീഡിയോസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിവേ നിങ്ങൾക്ക് എന്താണോ ഈ ഒരു ബൊക്കെ എഫക്റ്റിൽ ഫീൽ ചെയ്യുന്നത്, നല്ല രീതിയിലുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ പറയാവുന്നതാണ്. നമ്മൾ ഈ കണ്ട വീഡിയോസിൻ്റെയും ഫോട്ടോസിൻ്റെ ഒക്കെ സാമ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു S22 Ultra'യുടെ ക്യാമറ പെർഫോമൻസിനെ വിലയിരുത്തുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു പേരെന്ന് പറയുന്നത് ദ പെർഫെക്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണാണ് S22 Ultra എന്ന് പറയുന്നത്. കാരണം മിക്ക സെനേറിയോസിലും വളരെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ നമുക്കിതിൽ കാഴ്ചവെച്ചതായിട്ട് കാണുന്നുണ്ട്. വളരെ നല്ല രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ടും അതുപോലെ തന്നെ വീഡിയോ ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ഒരു S22 Ultra'യിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ക്യാമറ സ്മാർട്ട് ഫോണുകൾ ഒന്ന് തന്നെയാണ് ഈ ഒരു S22 Ultra എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ഇത്രയും ഈ ഒരു വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസിൻ്റെ ഒക്കെ സാമ്പിൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്ത് ഈ ഒരു S22 Ultra'യെ കുറിച്ച് അത് ദയവ് ചെയ്തിട്ടൊന്ന് കമൻറ്റിലൊന്ന് പറയുക. ഇന്നത്തെ ഈ ഒരു സാംസങ് ഗാലക്സി S22 Ultra'യുടെ ക്യാമറ റിവ്യൂസ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായത് കരുതുന്നു. ഈ ഒരു ക്യാമറ റിവ്യൂവിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ഫോണിൻ്റെ ക്യാമറ റിവ്യൂ അല്ലെങ്കിൽ ഈ ഒരു ഫോണും മറ്റൊരു ഫോണുമായിട്ട് ക്യാമറ കമ്പാരിസൺ ചെയ്യുമ്പോൾ ആ ഒരു കാര്യം കൂടി നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കൂട്ടുകാരത്തിൽ നിന്ന് ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാരത്തിൽ നിന്ന് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ അതിനു മുമ്പ് നിങ്ങൾക്ക് ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്ന. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.